പ്പെട്ട വാർത്ത ഈ നിമിഷത്തിൽ വരുന്നത് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല എന്നുള്ള വാർത്തയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സമർപ്പിച്ച ഹർജി തള്ളിയിരിക്കുന്നു കോടതി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. CBI അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരിക്കുന്നു. നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അപ്പീൽ നൽകിയതാണ്. ആ അപ്പീലിൽ ഇതാ വിധി ഉണ്ടാകുന്നു. ഡിവിഷൻ ബെഞ്ചും ആ അപ്പീൽ തള്ളുന്നു, ഹർജി തള്ളുകയാണ്. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. അപ്പീലും തള്ളിയിരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കുടുംബത്തിന്റെ മഞ്ജുഷയുടെ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഡിവിഷൻ ബെഞ്ചും തള്ളുന്നു. എന്ത് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്? ജസ്റ്റിസ് സുരേഷ് കുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ മഞ്ജുഷയുടെ അപ്പീൽ തള്ളിയിട്ടുള്ളത്. രാവിലെ കോടതി ഈ അപ്പീൽ തള്ളുന്നു എന്ന് മാത്രമാണ് വാക്കാൽ പരാമർശിച്ചിട്ടുള്ളത്. വിധിയുടെ പൂർണ്ണരൂപം ഇനിയും പുറത്തു വരാനുണ്ട്. ഇതുവരെയും വിധി അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എന്നാൽ പോലും വാക്കാൽ അപ്പീൽ തള്ളുന്നു എന്ന് മാത്രമാണ് കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ അപർണ പറഞ്ഞ പോലെ തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷയും കുടുംബവും സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലും അപ്പീൽ നൽകിയിട്ടുള്ളത്. ഈ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഈ അപ്പീല് തള്ളിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് SIT-യോട് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ടെന്നും CBI തന്നെ വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഒരു ഘട്ടത്തിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ CBI അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് മഞ്ജുഷയും കുടുംബവും അഭിഭാഷകൻ സ്വീകരിച്ച ആ നിലപാടിനെ എതിർക്കുകയും പിന്നീട് മറ്റൊരു അഭിഭാഷകനെ വക്കാലത്ത് റിലിംഗ്വിഷ് ചെയ്ത് മറ്റൊരു അഭിഭാഷകനെ ഈ കേസ് ഏൽപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ഏതായാലും ഇപ്പോൾ മഞ്ജുഷയുടെ ആവശ്യം നിരാകരിച്ചിരിക്കുന്നു, തള്ളിയിരിക്കുന്നു. ഒപ്പം CBI അന്വേഷണം, നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഉണ്ടാകാൻ ഇനി സാധ്യതയില്ല. ഇനി മഞ്ജുഷയുടെ മുന്നിലുള്ള മറ്റൊരു നിയമപരമായിട്ടുള്ള പോംവഴി എന്ന് പറയുന്നത് സുപ്രീം കോടതിയെ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നത് മാത്രമാണ്. CN പ്രകാശ്, ഈ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസർ ഇടപെട്ട് അന്ന് വിധി പറഞ്ഞപ്പോൾ ചില നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ. CBI അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ ഈ SIT-യുടെ അന്വേഷണം കണ്ണൂർ റേഞ്ച് DIG അന്വേഷിക്കണം, അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ അനുമതിയോടെ കുറ്റപത്രം സമർപ്പിക്കും, അങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡിവിഷൻ ബെഞ്ച് അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ അപ്പീൽ തള്ളുന്നതിനൊപ്പം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. കാരണം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ അപ്പീലിൽ വിധി പറയും എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. വിധിയിൽ ഈ മഞ്ജുഷയുടെ അപ്പീൽ തള്ളുന്നു എന്ന് മാത്രം വാക്കാൽ പരാമർശിച്ചിട്ടുണ്ട്. വിധിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധിയുടെ പൂർണ്ണരൂപം ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ വിധിയുടെ പൂർണ്ണരൂപം ലഭ്യമാകുക. തീർച്ചയായിട്ടും. ഓക്കെ, ആ വിധിയുടെ പൂർണ്ണരൂപം ലഭ്യമായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ കൂടി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് വിധി വരിക. ഇപ്പോൾ ഈ CBI അന്വേഷണം തള്ളിയിരിക്കുന്നു. CBI അന്വേഷണം വേണ്ട. അപ്പീൽ സിംഗിൾ ബെഞ്ച് വിധി തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ആ അപ്പീലും തള്ളുകയാണ് ഉണ്ടായിരിക്കുന്നത്. CN പ്രകാശ് നിയമകാര്യ ലേഖകനാണ് വിവരങ്ങൾ നൽകിയത്. നവമി ദിനേശും കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നവമി, ഇതിനകത്ത് CBI അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ക്ഷീണം ചെയ്യും CPM-ന് എന്നുള്ള നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പലപ്പോഴായി വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായിട്ടും ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ്. ഏത് തരത്തിൽ ഉള്ള പ്രതികരണമാണ് നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗം എന്നുള്ളത്? ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുക എന്നുള്ളൊരു കാര്യം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അപർണ, എന്തായാലും ഏറെ നിരാശയാണ് ആ കുടുംബം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജി തള്ളിയതിൽ ദുഃഖമുണ്ട് എന്ന് ഈ മരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുന്നുണ്ട്. എന്തായാലും തുടർ നടപടികൾ ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. എന്തായാലും ഇങ്ങനെ ഒരു വിധി തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഒരു സെക്കൻഡ് ദയവായി തുടരുക. ഇപ്പൊ കണ്ണൂർ DCC പ്രസിഡന്റ്